ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും ക്ഷീണമെല്ലാം മാറി എല്ലാവരും ഒന്ന് ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിച്ചാലോ? അതിനായിട്ട് നമ്മളിവിടെ 1 ലിറ്റർ പാൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ തിളക്കുമ്പോഴത്തേനും നമുക്കൊരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കട്ടളൊന്നുമില്ലാതെ മിക്സാക്കി മാറ്റി വെക്കാം. പാൽ തിളച്ച ശേഷം ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിക്കാൻ നേരത്ത് സിമ്മിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് കുറുകിയ ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-6 ടീസ്പൂൺ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കെല്ലാം ചെയ്യാം. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്ക കൂടി പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം. പിന്നെ ഇത് ഇത്താൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. എങ്കിലേ ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചേക്കണം ഫ്രൂട്ട്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അനാറും ആപ്പിൾസും ഗ്രേപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കുതിരാൻ വെച്ച സബ്ജാ സീഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. സിമ്പിളായതുകൊണ്ട് ടേസ്റ്റില്ലാന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.